Okay, good morning everyone. Structure and design രണ്ടാമത്തെ സെക്ഷൻ ആണ് നമ്മൾ ഇന്നിവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് സ്ട്രക്ചറൽ ഡിസൈനിന്റെ ഡിഫറെന്റ് മെത്തേഡ്സ് ഓഫ് ഡിസൈൻ ആണ്. അതായത് നമ്മൾ എന്തിനു വേണ്ടിയിട്ടായിരിക്കും ഡിസൈൻ ചെയ്യുന്നത്? ഒരു മെമ്പറെ നമ്മൾ ഡിസൈൻ ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടായിരിക്കും? അതിനകത്ത് നമ്മൾ പറയുന്ന അല്ലെങ്കിൽ നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണോ ആ ഒരു സ്ട്രക്ചർ നിർമ്മിക്കുന്നത്, ആ ഒരു ലോഡ് കാര്യങ്ങളെല്ലാം ക്യാരി ചെയ്യാൻ വേണ്ടി. ഇപ്പോൾ നമ്മൾ ഒരു ബിൽഡിംഗ് ഡിസൈൻ ചെയ്യാന്ന് വിചാരിക്കാം. ഒരു ബിൽഡിംഗ് ആണ് നമ്മൾ ഡിസൈൻ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ബിൽഡിംഗ് ഡിസൈൻ ചെയ്യുന്നതുകൊണ്ട് ധർമ്മം എന്തായിരിക്കണം? ആ ബിൽഡിങ്ങിന്റെ മേലെ തൊട്ടുള്ള ഇപ്പൊ റൂഫ് ഉണ്ടാവാം, ഫ്ലോർ ഉണ്ടാവും, ഇതിന്റെ എല്ലാം ലോഡ് താങ്ങി നിൽക്കണം. ഇനി അതിനകത്ത് ആൾക്കാർ നിൽക്കുവാണ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വലിയ മെഷീനറി ഒക്കെ വർക്ക് ചെയ്യണമെങ്കിൽ ഈ മെഷീനറി കാരണം ഉണ്ടാകുന്ന ലോഡെല്ലാം ഈ ബിൽഡിംഗ് താങ്ങണം. വേണ്ടേ? ആൾക്കാരുടെ ലോഡ് താങ്ങണം. ഇങ്ങനെ ആൾക്കാർ അല്ലെങ്കിൽ ഇങ്ങനത്തെ എന്തെങ്കിലും ഒരു സ്ട്രക്ചേഴ്സ് ഒക്കെ ഇങ്ങനത്തെ സ്ട്രക്ചേഴ്സ് ഒക്കെ വരുമ്പോഴത്തേക്കും ആ ഒരു ലോഡ് സാധനങ്ങളൊന്നും താങ്ങാൻ പറ്റിയില്ലെങ്കിൽ എന്താ സംഭവിക്കുക? ആ ബിൽഡിംഗ് ഫെയിൽ ആയിപ്പോകും. അതിന്റെ പർപ്പസ് ഉണ്ടാവുന്നില്ല. ഇപ്പം ബിൽഡിങ്ങിന്റെ കാര്യത്തിലാകുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് കൺഫ്യൂഷൻ വരാം. ഇനിയിപ്പോ നമ്മൾ വെറുതെ ഒരു പാലം പണിയുന്നു അല്ലെങ്കിൽ ഒരു കലിങ്കിന്റെ പണി, ഈ കലിങ്കിന്റെ പണി അല്ലെങ്കിൽ അതിന്റെ ധർമ്മം എന്തായിരിക്കണം? അതിനകത്തൂടെ പോകുന്ന ട്രക്ക് ആയിക്കോട്ടെ, ആൾക്കാരായിക്കോട്ടെ, എന്ത് തരത്തിലുള്ള ലോഡ് ആയിക്കോട്ടെ, അത് താങ്ങി നിർത്തണം, ഇല്ലേ? സ്റ്റേബിൾ ആയിട്ട് തന്നെ ഈ ലോഡിനെ അങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റണം. അതേസമയം ഒരു വണ്ടി അതിന് മേലേക്ക് കയറുമ്പോഴത്തേക്കും അതിന് എന്തെങ്കിലും ക്രാക്ക് സംഭവിക്കുകയാണ് അല്ലെങ്കിൽ അതിനൊരു വൈബ്രേഷൻ വരുവാണ്, അങ്ങനെയൊക്കെ വരുമ്പോൾ എന്താണ്, അതിനൊരു സേഫ്റ്റി ആസ്പെക്ട് ഒക്കെ നഷ്ടമാവുകയാണ്. അങ്ങനെ സേഫ് ആയിട്ട് ഈ ലോഡിനെ എല്ലാം താങ്ങി നിർത്താൻ പറ്റുന്ന തരത്തിലുള്ള സ്ട്രക്ചേഴ്സിനെ നിർമ്മിക്കുന്നത് ഡിസൈൻ ചെയ്യും. ഓക്കെ അല്ലേ? അപ്പം ഈ ഡിസൈനിങ്ങിന് പല മെത്തേഡ്, അതിനകത്ത് കുറച്ചെണ്ണമാണ് ഡിസൈൻ ആണ് തുടങ്ങുന്നത്. അപ്പൊ ആദ്യം തന്നെ ഏതൊക്കെ മെത്തേഡാ അവിടെ ഉള്ളതെന്ന് നമുക്ക് പറയാം. 4 മെത്തേഡ്സ് ആണ് ഉള്ളത്. വർക്കിംഗ് സ്ട്രെസ് മെത്തേഡ്, ലോഡ് ഫാക്ടർ മെത്തേഡ്, സ്ട്രെങ്ത് ആൻഡ് സർവീസിബിലിറ്റി മെത്തേഡ് ആൻഡ് ലിമിറ്റ് സ്റ്റേറ്റ് മെത്തേഡ്. ഈ 4 മെത്തേഡാണ് നമുക്കുള്ളത്. ഓക്കെ, പേരൊന്ന് ജസ്റ്റ് കേൾക്കുക, പഠിക്കണ്ട, ഞാൻ പറയാം. വർക്കിംഗ് സ്ട്രെസ് മെത്തേഡ്, ലോഡ് ഫാക്ടർ മെത്തേഡ്, സ്ട്രെങ്ത് ആൻഡ് സർവീസിബിലിറ്റി മെത്തേഡ്, ലിമിറ്റ് സ്റ്റേറ്റ് മെത്തേഡ്. 4 മെത്തേഡാണ് നമുക്കുള്ളത്. ഇതിനകത്ത് ഏറ്റവും ആദ്യം വന്നത് വർക്കിംഗ് സ്ട്രെസ് മെത്തേഡാണ്. ഓക്കെ, ഏറ്റവും ആദ്യം വന്നത് വർക്കിംഗ് സ്ട്രെസ് മെത്തേഡാണ്. അപ്പോ ഇത് 1900-ലാണ്. ഓക്കെ, 1900-ലാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത്. അപ്പൊ ഇതിന്റെ ഒരു ബേസ് എന്ന് പറയുന്നത് മോഡുലാർ റേഷ്യോ ആണ്. ഓക്കെ, ഞാൻ ഒരാളോട് ചോദിക്കാം, മോഡുലാർ റേഷ്യോ എന്താണ്? നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവില്ല കഴിഞ്ഞ സെമ്മില്. ഓക്കെ, റേഷ്യോ എന്ന് പറയുമ്പോഴത്തേക്ക് ഇപ്പം ഒരു കോൺക്രീറ്റില് 2 മെറ്റീരിയൽസ് ഉണ്ടല്ലോ, സ്റ്റീലും ഉണ്ടാവും, കോൺക്രീറ്റും ഉണ്ടാവും. അപ്പൊ ഇതിന്റെ മോഡുലാർ റേഷ്യോ എന്ന് പറയുമ്പോൾ ഓഫ് സ്റ്റീൽ ഡിവൈഡ് ബൈ മോഡുലസ് ഓഫ് വെലോസിറ്റി ഓഫ് കോൺക്രീറ്റ്. ഈ ഒരു റേഷ്യോനാണ് നമ്മൾ മോഡുലാർ റേഷ്യോ എന്ന് പറയുന്നത്. ഓക്കെ, മോഡുലാർ റേഷ്യോ എന്ന് പറയുമ്പോഴത്തേക്കും മോഡുലസ് ഓഫ് വെലോസിറ്റി ഓഫ് സ്റ്റീൽ ഡിവൈഡ് ബൈ മോഡുലസ് ഓഫ് വെലോസിറ്റി ഓഫ് കോൺക്രീറ്റ്. നമ്മൾ TS2 പഠിച്ചിട്ടുണ്ടാവണം ഇത്. TS1 നമ്മൾ അവസാനത്തെ ആ ഒരു ഭാഗം ആകുമ്പോഴത്തേക്കും നമുക്ക് ഈ ഒരു മോഡുലാർ റേഷ്യോ കാര്യങ്ങളെല്ലാം നമ്മൾ നോക്കുന്നുണ്ട്. ഇപ്പൊ നമ്മൾ ഒരു ബീം അല്ലെങ്കിൽ ഒരു ബീം നമ്മൾ ഡിസൈൻ ചെയ്യാന്ന് വിചാരിക്കാം. ഓക്കെ, ഇതാണ് ഒരു റെക്ടാങ്കുലർ ബീമാണ് നമുക്ക് ഡിസൈൻ ചെയ്യേണ്ടത്. ഓക്കെ, ഡിസൈൻ ചെയ്യാം. ജസ്റ്റ് നമ്മൾ തുടങ്ങുവാണ്. ഏതെങ്കിലും ഭാഗത്ത് നിങ്ങൾക്ക് റിപ്പീറ്റ് ചെയ്യേണ്ടി വരുവാണ്, നിങ്ങൾ ജസ്റ്റ് ചാറ്റ് ആയിട്ട് പറയണം, സാറേ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം. ഇതിന്റെ വിഡ്ത്ത്, ഇത് ബീമിന്റെ ഡെപ്ത്. ഓക്കെ, അപ്പോൾ നമുക്കൊരു ഗിവൺ സെക്ഷൻ, ഇപ്പൊ ഞാൻ പറയാണ്, നമുക്കൊരു സിംപ്ലി സപ്പോർട്ടഡ് ബീം ആണ് നമുക്ക് ഡിസൈൻ ചെയ്യേണ്ടത്. ഇതാണ് ബീം, ഇതതിന്റെ 2 സപ്പോർട്ട്സ്. അപ്പം ഈ ബീമില് വരുന്ന ലോഡ് അനുസരിച്ച് എന്ത് ചെയ്യണം? ഇതിന്റെ മെറ്റീരിയൽ നമ്മൾ കൊടുക്കണം. അതായത് എത്രമാത്രമാണ് ലോഡ് ഇതിനകത്ത് വരുന്നത്, അതനുസരിച്ച് ആ ലോഡിനെ താങ്ങി നിർത്താൻ പാകത്തിന് വേണം നമ്മൾ എന്ത് ചെയ്യാൻ? ഇതിന്റെ മെറ്റീരിയലും റീഇൻഫോഴ്സ്മെന്റ് എല്ലാം ഇടാൻ. ഓക്കെ, അപ്പൊ ഇതിനകത്ത് എന്തിനെയാണ് റെസിസ്റ്റ് ചെയ്യുന്നത് വെച്ചാൽ നിങ്ങൾ ഓർത്തോണം, ഈ ലോഡ് കാരണം ഉണ്ടാവുന്ന മൊമെന്റ്. ഈ മൊമെന്റിനെയാണ് നമ്മൾ എന്ത് വെച്ച് ഡിസൈൻ റെസിസ്റ്റ് ചെയ്യേണ്ടത്? നമ്മൾ ഈ ബീമിനെ ഡിസൈൻ ചെയ്യുന്നത് വഴി നമ്മൾ റെസിസ്റ്റ് ചെയ്യുന്നത്. അതിനുവേണ്ടി നമ്മൾ ഒരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്, ഓർമ്മയുണ്ടോ? അതായത് നിങ്ങൾ ബെൻഡിങ് ഇക്വേഷൻ ആയിട്ട് പഠിച്ചിട്ടുണ്ടാവും, M/I is equal to F/Y is equal to E/R. ഈ ഒരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ടാവല്ലോ. ഈ ഒരു ഇക്വേഷനിൽ നിന്നാണ് നമുക്ക് എത്രമാത്രമാണ് സ്ട്രെസ് ഈ ഒരു മെറ്റീരിയലിലേക്ക് വരുന്നത്, ആ സ്ട്രെസ്സിനെ ബാലൻസ് ചെയ്യാനോ അല്ലെങ്കിൽ അതിനെ നമ്മൾ വിത്ത്സ്റ്റാൻഡ് ചെയ്യാനായിരിക്കണം നമ്മൾ ഡിസൈൻ ചെയ്യേണ്ടത്. ഓക്കെ അല്ലേ? ഓക്കെ, അപ്പം ഈ ഒരു ഇക്വേഷൻ ഓർത്തിരിക്കാൻ ഒരു എളുപ്പവഴി പറഞ്ഞുതരാം. മേ ഐ ഫോളോ യു എലിസബത്ത് രാജ്ഞി എന്ന് പറഞ്ഞ് ഒരു കോഡ് നിങ്ങൾ ഓർക്കുവാണെങ്കിൽ ഈ ഒരു ഇക്വേഷൻ പഠിക്കാൻ എളുപ്പമായിരിക്കും. മേ ഐ
ഫോളോ യു, മേ ഐ ഫോളോ യു എലിസബത്ത് രാജ്ഞി. ഓക്കെ, ആ ഒരു കോഡ് പറഞ്ഞാൽ നമുക്ക് ഈ ഒരു ഇക്വേഷൻ പഠിക്കാൻ എളുപ്പമായിരിക്കും. നമുക്ക് ഈ കുറെ ആവശ്യമുള്ള ഒരു ഇക്വേഷൻ ആണ്. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് സ്ട്രെസ് കണ്ടുപിടിക്കാനായിട്ട് എന്ത് ചെയ്യണം? സ്ട്രെസ് അല്ല, മൊമെന്റ് ഓഫ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാനായിട്ട് എഫ് ഇൻറ്റു ഐ ബൈ വൈ, ഇതാണ് എന്ത് ഇതിനകത്ത് വരുന്ന ആ ഒരു റെസിസ്റ്റൻസ്. ഇതൊക്കെ മെറ്റീരിയലിന്റെ ഒരു പ്രോപ്പർട്ടി ആയിട്ട് വരും. അപ്പൊ ഇത് വെച്ചിട്ട് നമുക്ക് ഇപ്പൊ ഒരു റെക്ടാങ്കിൾ അല്ലേ, ഒരു റെക്ടാങ്കിളിന്റെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ അബൌട്ട് ഇറ്റ്സ് സെൻട്രോയിഡ് എന്ന് പറയുന്നത് ഐ എന്ന് പറയുന്നത് ബി ഡി ക്യൂബ് ഡിവൈഡഡ് ബൈ 12 അല്ലേ. അതുപോലെ തന്നെ ഈ y എന്ന് പറയുന്നത് സെൻട്രോയിഡ് മുതൽ ഇതിന്റെ ന്യൂട്രൽ ആക്സിസ് മുതൽ മേലെ വരെയുള്ള ആ ഒരു ഡിസ്റ്റൻസിനാണ് നമ്മൾ y എന്ന് പറയുന്നത്. അത് എന്ന് പറയുന്നത് y വിൽ ബി ഈക്വൽ ടു d/2. അപ്പൊ ഇത് സോൾവ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് I/y അല്ലെങ്കിൽ സെക്ഷൻ മോഡുലസ് കേട്ടിട്ടുണ്ടാവും. ഇതൊക്കെ നമ്മൾ പണ്ട് പഠിച്ചതാണ്. ജസ്റ്റ് ഇത് ഓർമ്മയില്ലാത്തവരും ടെൻഷൻ അടിക്കണ്ട, നമുക്ക് പറഞ്ഞുതരാം. I/y എന്ന് പറയുന്നത് bd² ഡിവൈഡ് ബൈ 6 വരും. ഓക്കെ, bd² ഡിവൈഡ് ബൈ 6. ഇത് നമ്മൾ സോൾവ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് m is equal to 0.167 fbd² എന്ന് പറയുന്ന ഒരു ഇക്വേഷനിലേക്ക് എത്തും. അപ്പം ഇതാണ് ഇതിനകത്ത് വരുന്ന മൊമെന്റ് ഓഫ് റെസിസ്റ്റൻസ്, അല്ലെങ്കിൽ ഇതിനകത്ത് വരുന്ന ആ ഒരു ലോഡിന്റെ ഒരു എഫക്റ്റ് ആയിട്ട് ഓർക്കുക. എഫ് എന്ന് പറയുന്നത് ആ ഒരു മെറ്റീരിയലിന്റെ പ്രോപ്പർട്ടിയാണ്. ഓക്കെ, ബെൻഡിങ് സ്ട്രെസ് എന്നല്ലേ നമ്മൾ പഠിച്ചത്. ബെൻഡിങ് സ്ട്രെസ് ആണ് എന്ത് എഫ്. ബിയും ഡിയും നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ കൊടുക്കേണ്ടതാണ്. അതായത് നമുക്കിപ്പം കിട്ടുന്ന ലോഡുകൾ അനുസരിച്ച് നമ്മൾ ബീം ഡിസൈൻ ചെയ്യുകയല്ലേ വേണ്ടത്. അപ്പോൾ ഇപ്പോൾ ചില സമയത്ത് നമുക്ക് എന്താണ് ബീമിന്റെ വിഡ്ത്ത് നമ്മൾ പറയുന്ന രീതിയിൽ തന്നെ കൊടുക്കേണ്ടി വരും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇപ്പൊ ബീമിന്റെ ഡെപ്ത് ഒരു 30 സെന്റിമീറ്റർ അല്ലെങ്കിൽ 20 സെന്റിമീറ്റർ ഒക്കെ ആയിട്ട് നമ്മൾ അസ്യൂം ചെയ്യണം. എന്നിട്ട് ഈ ഇക്വേഷനിൽ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? ഡി കണ്ടുപിടിക്കണം. അപ്പോൾ ഡിസൈനിങ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ അതിനകത്ത് ചെയ്യേണ്ടത് ബീമിന്റെ വിഡ്ത്ത് കണ്ടുപിടിക്കണം, ബീമിന്റെ ഡെപ്ത് കണ്ടുപിടിക്കണം, അതിനകത്ത് എത്രമാത്രമാണ് സ്റ്റീൽ വേണ്ടത്. പെർസെന്റേജ് ഓഫ് ഏരിയ സ്റ്റീലിനാണ് നമ്മൾ AST എന്ന് പറയുന്ന ഡിനോട്ട് ചെയ്യുന്നത്. ഓക്കെ, അതിനകത്ത് വരുന്ന ടെൻഷൻ എടുക്കാൻ പാകത്തിന് അതിനകത്ത് നമ്മൾ സ്റ്റീൽ ഇട്ട് കൊടുക്കണ്ടേ, അതിന്റെ മൊത്തത്തിലുള്ള ഏരിയ ആണ് AST. അപ്പോൾ ഇപ്പോ നമുക്ക് ഇതാണ് ഒരു ബീം എന്ന് വിചാരിക്കുക. ഓക്കെ, നമ്മൾ ഡിസൈൻ ചെയ്യാൻ പോകുന്ന ബീമാണ് ഇത്. ഓക്കെ, ഇതിനകത്ത് നമ്മൾ ബീമിന്റെ ഡെപ്തും ഇതും ഡിസൈൻ ചെയ്തതിന് ശേഷം നമ്മൾ അതിനകത്ത് എന്തെങ്കിലും കൂടി ഇട്ട് കൊടുക്കണം? അതിനകത്ത് സ്റ്റീലും കൂടി ഇട്ട് കൊടുക്കണം. അപ്പോൾ AST വെച്ചിട്ട് എത്ര ബാറാണ്, എത്രയാണ് സ്പേസിങ്, അതിന്റെ ഡയമീറ്റർ കാര്യങ്ങളെല്ലാം നമുക്ക് കിട്ടും. അതായത് AST വെച്ചിട്ടായിരിക്കും നമ്പർ ഓഫ് ബാർസ്. ബാർസ് എന്ന് ഉദ്ദേശിക്കുന്നത് സ്റ്റീൽ ബാർ ആണ്, അതായത് അതിനകത്തിരുന്ന കമ്പികൾ. പിന്നെ ഡയമീറ്റർ ഓഫ് ബാർസ്, പിന്നെ എന്തുകൂടി വേണം? സ്പേസിങ്. ഓരോ ബാറുകളും എത്ര സ്പേസിങ്ങിലാണ് ഇട്ട് കൊടുക്കേണ്ടതെന്നെല്ലാം നമുക്ക് AST കിട്ടിക്കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ? എല്ലാവരും ഒന്ന് പറയുമോ? ഇത്രയും കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടെങ്കിൽ നമുക്ക് മുന്നോട്ട് പോവാം. റെഡി അല്ലേ? അപ്പൊ നമ്മൾ ഡിസൈനിങ് വഴി എന്തൊക്കെ കാര്യങ്ങളാണ് കിട്ടുന്നത്? അതിന്റെ ബീമിന്റെ ഡയമെൻഷൻസ് കിട്ടും, അതിനകത്ത് കൊടുക്കേണ്ട റീബാറിന്റെ സൈസ്, അതായത് അതിന്റെ ഡയമീറ്റർ കിട്ടും, അതിന്റെ എണ്ണം കിട്ടും, അതിന്റെ സ്പേസിങ് കിട്ടും. ഓക്കെ അല്ലേ? ഓക്കെ, അപ്പൊ നമ്മൾ ഇതാണ് വർക്കിംഗ് സ്ട്രെസ് മെത്തേഡ്. വർക്കിംഗ് സ്ട്രെസ് മെത്തേഡിൽ ജസ്റ്റ് എന്തുമാത്രമായിരുന്നു എടുത്തത്? ഇപ്പൊ അതിനൊരു കാര്യം കൂടെ പറഞ്ഞുതരാം. നമ്മളെ സ്ട്രെസ് സ്ട്രെയിൻ ഡയഗ്രാം വരയ്ക്കാറുണ്ടായിരുന്നില്ലേ? സ്ട്രെസ് സ്ട്രെയിൻ ഡയഗ്രാം. അപ്പൊ അതിനകത്ത് നമ്മൾ ആ ഒരു ഇവിടെ സ്ട്രെസ്, ഇവിടെ സ്ട്രെയിൻ അല്ലെ? അപ്പം ഇപ്പൊ സ്റ്റീലിന്റെ ഒക്കെ ആണെങ്കിൽ ഇങ്ങനെ പോയി ഒരു ചെറിയ ബെൻഡിങ്ങിന് ശേഷം ഈ ഒരു രീതിയിലായിരുന്നല്ലോ ഡയഗ്രാം. ഈ ഒരു പോയിന്റിലായിരുന്നു നമ്മൾ ഈൽഡിങ് വരുന്നത് അല്ലെ? ഇത് അൾട്ടിമേറ്റ് സ്ട്രെങ്ത്, അതിന് മാക്സിമം എടുക്കാൻ പറ്റുന്ന സ്ട്രെങ്ത്. ഓക്കെ ഓക്കെ, അപ്പം ഈൽഡിങ്ങും അൾട്ടിമേറ്റ് സ്ട്രെങ്തും. ഓക്കെ അല്ലേ? അപ്പം നമ്മൾ വർക്കിംഗ് സ്ട്രെസ് മെത്തേഡിൽ ഈ ഒരു പോയിന്റിലെ ഈൽഡിങ് തുടങ്ങുന്ന ആ പോയിന്റ് ആണ് നമ്മൾ ലിമിറ്റ് ആയിട്ട് വെക്കുന്നത്. അതായത് നമ്മളിപ്പോ ഒരു കോൺക്രീറ്റിന്റെ സ്ട്രെങ്ത് ആയിട്ട് എടുക്കുന്നില്ലേ? കോൺക്രീറ്റിന് എത്രമാത്രമാണ് ലോഡ് എടുക്കാൻ പറ്റുക എന്നൊക്കെ നമ്മൾ എടുക്കുന്നില്ലേ? ആ എടുക്കുന്ന പോയിന്റ് എന്ന് പറയുന്നത് ഈ ഈൽഡിങ് സ്ട്രെങ്ത് ആയിരിക്കും.
ഓക്കെ, yielding സ്ട്രെങ്ത് ആണ് നമ്മൾ മെറ്റീരിയലിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് സ്ട്രെങ്ത് ആയിട്ട് എടുക്കുന്നത്. ഓക്കെ, റെഡി അല്ലേ? അപ്പോ ഇനി ഇതിന്റെ കൂടെ വേറൊരു കാര്യം കൂടെ പറയാം. അപ്പം ജസ്റ്റ് അതൊന്ന് ഓർക്കുക, yielding ആണ് നമ്മുടെ മെറ്റീരിയലിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ട് ഈ ഒരു മെത്തേഡിൽ എടുക്കുന്നത്. ഇനി അടുത്തത് ഫാക്ടർ ഓഫ് സേഫ്റ്റി. ഫാക്ടർ ഓഫ് സേഫ്റ്റി എന്ന് പറയുമ്പോൾ എന്താണെന്ന് വെച്ചാലേ, ഇപ്പൊ നമുക്ക് ഒരു ബിൽഡിങ്ങിലേക്ക്, അല്ലെങ്കിൽ ഞാനിപ്പോ പറയാണ്, നമ്മൾ ഒരു പാലത്തിലേക്ക്, ഒരു പാലത്തില് ഞാനിപ്പോ ഡിസൈൻ ചെയ്യുന്നത് 1000 ന്യൂട്ടൺ ലോഡുള്ള ഒരു മെറ്റീരിയൽ അതിന്റെ മേലെ പോകുമെന്ന് പറഞ്ഞാണ് നമ്മൾ ഡിസൈൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ലോഡാണ് അതിനകത്ത് വരുന്നതെന്ന് വിചാരിക്കാം. പക്ഷെ ആ ലോഡിന് ഡിസൈൻ ചെയ്താൽ മതിയോ? കാരണം ഏതെങ്കിലും ഒരു സിറ്റുവേഷനിൽ അതിന്റെ മേലെ 1000 ന്യൂട്ടണിന്റെ മേലെ 2 ആൾക്കാരും കൂടെ കയറി നിന്ന് വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? നമ്മുടെ സ്ട്രക്ചർ ഫെയിൽ ആയിപ്പോകും. അപ്പോ നമ്മൾ ഉദ്ദേശിക്കുന്ന ലോഡിനേക്കാളും കുറച്ചും കൂടെ കൂട്ടി കൊടുക്കുക, കുറച്ചും കൂടെ ഒരു ഹയർ ലെവലിലേക്ക് ഒന്ന് കൂട്ടി കൊടുക്കുന്നതിനാണ് നമ്മൾ ഫാക്ടർ ഓഫ് സേഫ്റ്റി എന്ന് പറയുന്നത്. അതായത് നമ്മൾ അസ്യൂം ചെയ്യുന്നത് 1000 ന്യൂട്ടന് വേണ്ടിയിട്ടാണ് നമ്മൾ ഡിസൈൻ ചെയ്യുന്നതെങ്കിൽ ഈ 1000 ഇൻറ്റു എ ഫാക്ടർ ഓഫ് സേഫ്റ്റി, അത് ഒരു 1.5 3 ആ ഒരു റേഞ്ചിലൊക്കെ വരും. അപ്പം ഈ ഒരു നമ്പറിനെയാണ് നമ്മൾ ഫാക്ടർ ഓഫ് സേഫ്റ്റി എന്ന് പറയുന്നത്. അത് എന്തിനാന്ന് മനസ്സിലായോ? ഓക്കെ, അതെന്തിനാന്ന് മനസ്സിലായോ? അതായത് നമ്മൾ ഉദ്ദേശിക്കുന്നതിനേക്കാളും കൂടുതലായിട്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അഡീഷണൽ ആയിട്ട് ഒരു കേസ് വരുവാണെങ്കിലും നമ്മുടെ സ്ട്രക്ചർ സേഫ് ആയിട്ട് നിൽക്കാൻ വേണ്ടി നമ്മൾ കൊടുക്കുന്ന ആ ഒരു എന്താണ്, ഒരു മൾട്ടിപ്ലിക്കേഷൻ ഫാക്ടർ, അതിനെയാണ് നമ്മൾ ഫാക്ടർ ഓഫ് സേഫ്റ്റി എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ നമ്മൾ വർക്കിംഗ് സ്ട്രെസ് മെത്തേഡിലാണെങ്കിൽ കോൺക്രീറ്റിന്റെ ഫാക്ടർ ഓഫ് സേഫ്റ്റി എന്ന് പറയുന്നത് 3ഉം സ്റ്റീലിനുള്ള ഫാക്ടർ ഓഫ് സേഫ്റ്റി എന്ന് പറയുന്നത് 1.8 ആണ്. വർക്കിംഗ് സ്ട്രെസ് മെത്തേഡിലെ ഫാക്ടർ ഓഫ് സേഫ്റ്റി എന്താണെന്ന് മനസ്സിലാവണം. അത് കോൺക്രീറ്റിന് സ്റ്റീൽ എത്രയാണെന്ന് പഠിക്കണ്ട, പക്ഷെ ജസ്റ്റ് മനസ്സിലാവണം എന്താണ് ഈ ഫാക്ടർ ഓഫ് സേഫ്റ്റി എന്ന്. ഇപ്പൊ നമ്മൾ സ്ട്രെങ്ത്തിന്റെ കാര്യത്തിലാണെങ്കിൽ, നമ്മളിപ്പോ സ്ട്രെങ്ത് ആണ് എടുക്കുന്നതെങ്കിൽ നമ്മളിപ്പോ പറയുവാണ് നമുക്കൊരു 100 കിലോ ന്യൂട്ടൺ ലോഡ് നമുക്ക് താങ്ങി നിർത്താൻ പറ്റുമെന്ന്. ഓക്കെ, 100 കിലോ ന്യൂട്ടൺ ലോഡ് നമുക്ക് താങ്ങി നിർത്താൻ പറ്റുമെന്ന് പറയുന്നത് നമ്മുടെ ക്യാരക്ടറിസ്റ്റിക് സ്ട്രെങ്ത് ആണ്, സ്ട്രെങ്ത്തിന്റെ പോയിന്റ് ആണ്. ഓക്കെ, പക്ഷെ നമ്മൾ ഡിസൈൻ ചെയ്യാൻ നേരത്ത് ഈ സ്ട്രെങ്ത്തിനെ ഒരു ഫാക്ടർ ഓഫ് സേഫ്റ്റി കൊണ്ട് ഡിവൈഡ് ചെയ്യും. സ്ട്രെങ്ത് ഡിവൈഡ് ബൈ ഫാക്ടർ ഓഫ് സേഫ്റ്റി. ആ ഒരു സ്ട്രെങ്ത് ആയിരിക്കും ഡിസൈൻ സ്ട്രെങ്ത്. അതായത് നമ്മളിപ്പോൾ ലോഡ് എടുക്കുവാണെങ്കിൽ ലോഡ് കുറച്ച് കൂട്ടി കൊടുക്കുകയും, അതേപോലെ നമ്മൾ സ്ട്രെങ്ത് എടുക്കാൻ നേരത്ത് നമ്മൾ നമ്മുടെ സ്ട്രെങ്ത്തിനെ കുറച്ച് എടുക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ കുറച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഇപ്പം കോൺക്രീറ്റിന്റെ സ്ട്രെങ്ത് ആണ് എടുക്കേണ്ടതെങ്കിൽ, ഡിസൈൻ സ്ട്രെങ്ത് ഓഫ് കോൺക്രീറ്റ് ആയിട്ട് നമ്മൾ എടുക്കുവാണെങ്കിൽ ക്യാരക്ടറിസ്റ്റിക് സ്ട്രെങ്ത് ഓഫ് കോൺക്രീറ്റ് ഡിവൈഡ് ബൈ ഫാക്ടർ ഓഫ് സേഫ്റ്റി. ഇൻ ദിസ് കേസ് ഇറ്റ് ഈസ് 3. അപ്പം ക്യാരക്ടറിസ്റ്റിക് സ്ട്രെങ്ത് ഡിവൈഡ് ബൈ 3 ചെയ്യുമ്പോൾ ആയിരിക്കും നമുക്ക് കോൺക്രീറ്റിന്റെ ഡിസൈൻ സ്ട്രെങ്ത് കിട്ടുന്നത്. റെഡി അല്ലേ? ഓക്കെ അല്ലേ? ഓക്കെ, പറഞ്ഞു ഓക്കെ പറഞ്ഞോ. ഓക്കെ, എല്ലാവരും കുറച്ച് ഉഷാറായിക്കേ. നമുക്ക് എന്തായാലും ഡയറക്റ്റ് ക്ലാസ്സോ കാര്യങ്ങളൊന്നും ഇല്ല, നമുക്ക് പരമാവധി ഒരു ക്ലാസിന്റെ ആംബിയൻസ് ഒക്കെ എത്തിക്കാം. ഓക്കെ അല്ലേ? ആരും കാര്യങ്ങളൊന്നും പഠിക്കുക. അപ്പൊ നമ്മൾ ഒന്നാമത്തെ മെത്തേഡ് കഴിഞ്ഞ് ഇനി രണ്ടാമതായിട്ട് ലോഡ് ഫാക്ടർ മെത്തേഡ്. ഓക്കെ, ലോഡ് ഫാക്ടർ മെത്തേഡ് എന്ന് പറയുമ്പോഴത്തേക്കും സ്ട്രെങ്ത് ഇസ് എസ്റ്റിമേറ്റഡ് ഫ്രം ദി അൾട്ടിമേറ്റ് സ്ട്രെങ്ത് ഓഫ് ദി സെക്ഷൻ. ഇപ്പൊ നേരത്തെ കേസിൽ ഞാൻ പറഞ്ഞായിരുന്നു, നമ്മൾ ഈൽഡിങ് വെച്ചിട്ടാണ് നമ്മൾ സ്ട്രെങ്ത് എടുത്തത് അല്ലെ? അപ്പോൾ ശരിക്കും ആ ഈൽഡിങ് കഴിഞ്ഞിട്ട് കുറെ കൂടെ മുമ്പോട്ട് നമുക്ക് എടുക്കാവുന്നതേ ഉള്ളൂ. അതായത് ആ മെറ്റീരിയലിന് ഇത്രയും ലോഡ് താങ്ങി നിർത്താനുള്ള ഒരു കേപ്പബിലിറ്റി ഇല്ലേ? അപ്പൊ നമ്മുടെ മെറ്റീരിയലിന് ഒരുപാട് അങ്ങോട്ട് കുറച്ച് കാണേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് കുറച്ചും കൂടെ അപ്ഡേറ്റ് ചെയ്ത ഒരു മെത്തേഡാണ് എന്ത്? ലോഡ് ഫാക്ടർ മെത്തേഡ്. ഓക്കെ, അപ്പം സ്ട്രെങ്ത് ഇസ് എസ്റ്റിമേറ്റഡ് ഫ്രം ദി അൾട്ടിമേറ്റ് സ്ട്രെങ്ത്. നേരത്തെ കേസിൽ ഈൽഡ് സ്ട്രെങ്ത് ആയിരുന്നു, ഇവിടെ അൾട്ടിമേറ്റ് സ്ട്രെങ്ത് ആണ്. അപ്പോൾ ഇത് വെച്ചിട്ട് ലോഡ് ഫാക്ടർ എന്ന് പറയുന്നത് അൾട്ടിമേറ്റ് ലോഡ് വരയ്ക്കല്ലേ, ഇറ്റ് ക്യാൻ carry divided by working load it has to carry. ഓക്കെ, അതായത് ലോഡ് ഫാക്ടർ എന്ന് പറയുമ്പോഴത്തേക്കും ആ ഒരു മെറ്റീരിയലിനെ താങ്ങി നിർത്താൻ പറ്റാവുന്ന മാക്സിമം ലോഡ്, അതിനാണ് നമ്മൾ അൾട്ടിമേറ്റ് ലോഡ് ഇറ്റ് ക്യാൻ ക്യാരി എന്ന് പറയുന്നത്. മാക്സിമം ലോഡ് ഡിവൈഡ് ബൈ വർക്കിംഗ് ലോഡ്, അതിനകത്ത് വരുന്ന ലോഡ്. ഓക്കെ,
അതായത് ഇപ്പോൾ നമ്മളൊരു പാലത്തിനൊക്കെ കേസ് ആണെങ്കിൽ ആ ഒരു പാലത്തിൽ വരാൻ പോകുന്ന മാക്സിമം വെയിറ്റ് അതാണ് വർക്കിംഗ് ലോഡ് ഇറ്റ് ഹാസ് ടു ക്യാരി. അപ്പൊ ജസ്റ്റ് നോക്കിയാൽ മതി, അൾട്ടിമേറ്റ് ലോഡ് ഇറ്റ് ക്യാൻ ക്യാരി ഷുഡ് ബി ഈക്വൽ ടു ലോഡ് ഫാക്ടർ ഇൻറ്റു എന്തായിരിക്കണം വർക്കിംഗ് ലോഡ്. അതായത് അൾട്ടിമേറ്റ് ലോഡ് വിൽ ബി ഈക്വൽ ടു ലോഡ് ഫാക്ടർ ഇൻറ്റു വർക്കിംഗ് ലോഡ്. ഇനിയിപ്പോൾ ഞാൻ പറയാണ്, നമ്മൾ കൊടുത്തിരിക്കുന്ന ആ ഒരു മെറ്റീരിയലിന്റെ അൾട്ടിമേറ്റ് ലോഡ് അല്ലെങ്കിൽ അൾട്ടിമേറ്റ് ലോഡ് ക്യാരിങ് കപ്പാസിറ്റി ഈ ഒരു വാല്യൂവിനേക്കാളും കുറവാണ്, എന്ത് സംഭവിക്കും? ലോഡ് ഫാക്ടർ ഇൻറ്റു വർക്കിംഗ് ലോഡിനേക്കാളും കുറവാണെങ്കിൽ നമുക്ക് എന്തോ സംഭവിക്കും? ഇപ്പൊ നമ്മുടെ പാലാരിവട്ടം പാലത്തിലൊക്കെ സംഭവിച്ചറിയില്ലേ? അതെന്താണ്? സ്ട്രക്ചർ കുറച്ചു കാലം കഴിഞ്ഞപ്പോഴത്തേക്കും ഫെയിൽ ആയി തുടങ്ങി അല്ലെ? അപ്പൊ എന്താണ്? മൊത്തം ഡിസ്മാൻഡിൽ ചെയ്ത് നമ്മൾ പിന്നെയും പുതിയ സ്ട്രക്ചർ നിർമ്മിക്കേണ്ടി വരും. അപ്പോൾ ഈ ഒരു കേസിലാണെങ്കിൽ, അല്ലെങ്കിൽ ഇതാണ് നമ്മുടെ ഡിസൈനിങ്ങിന്റെ ക്രൈറ്റീരിയ. അതിനകത്ത് വരുന്ന ലോഡ് എന്തിനേക്കാളും കൂടുതൽ അൾട്ടിമേറ്റ് സ്ട്രെങ്ത്തിനേക്കാളും കുറവായിരിക്കണം, അല്ലെങ്കിൽ ആ വരുന്ന ലോഡ് നമ്മുടെ സ്ട്രെങ്ത് അനുസരിച്ച് നമുക്കത് വിത്ത്സ്റ്റാൻഡ് ചെയ്യാനുള്ള ഒരു കേപ്പബിലിറ്റി ഉണ്ടാവണം. അത് വെച്ചിട്ടാണ് നമ്മൾ ഈ ലോഡ് ഫാക്ടർ മെത്തേഡ് നമ്മൾ എടുക്കുന്നത്. ഇനി അടുത്തത് ഡിസൈൻ ഓഫ് സ്ട്രെങ്ത് ആൻഡ് സർവീസിബിലിറ്റി. ഓക്കെ, ഡിസൈൻ ഓഫ് സ്ട്രെങ്ത് ആൻഡ് സർവീസിബിലിറ്റി. അപ്പോൾ ഇത്രയും കാലം നമ്മൾ നോക്കിയപ്പോഴേ അതിനകത്ത് നമ്മൾ ആകെ എടുത്തത് സ്ട്രെങ്ത് മാത്രമായിരുന്നു. അതായത് വരുന്ന ലോഡിനെ നമ്മുടെ മെറ്റീരിയലിന് താങ്ങി നിർത്താൻ പറ്റുന്ന ഒരു കേപ്പബിലിറ്റി, അല്ലെങ്കിൽ അതിനുള്ള സ്ട്രെങ്ത് ഉണ്ടോ ഇല്ലയോ എന്നായിരുന്നു നമ്മൾ നോക്കിയത്. പക്ഷെ ഈ ഒരു കേസിൽ നമ്മൾ എന്താ നോക്കുന്നത്? അതിന്റെ ഒരു സർവീസിബിലിറ്റിയും കൂടെ നോക്കും. അതായത് നമ്മളിപ്പോ ഒരു വീട് നിർമ്മിച്ചു, വീടിന് മേലെ ലോഡുകളൊക്കെ വന്നു കഴിയുമ്പോൾ ചെറുതായിട്ട് ബീമിനൊക്കെ ഒരു ക്രാക്ക് വന്നു എന്ന് വിചാരിക്കാം. ബീമിനോ അല്ലെങ്കിൽ പാലത്തിനൊക്കെ ഒരു ചെറിയ ക്രാക്ക് വന്നു എന്ന് വിചാരിക്കാം. നമ്മൾ നിർമ്മിച്ച പാലത്തിനൊക്കെ ക്രാക്ക് വന്നു കഴിഞ്ഞിട്ട് നമ്മൾ പറയുവാണ് എന്താണ്, ഇത് എവിടെയും പോകത്തില്ല, അതിന്റെ മേലെ കൂടെ ആൾക്കാർക്ക് പോവാം, ഒന്നും സംഭവിക്കത്തില്ല, നിങ്ങൾക്ക് അതിന്റെ മേലെ കൂടെ പോവാം എന്ന് പറഞ്ഞാലും ആൾക്കാർക്ക് ഒരു കോൺഫിഡൻസ് കുറവുണ്ടാവൂലേ? അതായത് അതിന് സ്ട്രെങ്ത് ഉണ്ട്, പക്ഷെ അത് സർവീസബിൾ അല്ല. അതിന് ക്രാക്ക് കാര്യങ്ങളെല്ലാം വരുമ്പോഴത്തേക്കും അതിന് മേലെ കൂടെ സഞ്ചരിക്കുന്ന ആൾക്കാർക്കോ അല്ലെ നമുക്ക് തന്നെയോ എന്ത് സംഭവിക്കുന്നു? കോൺഫിഡൻസ് നഷ്ടമാവുന്നു, അതിന്റെ ഉപയോഗശൂന്യമായി പോകുന്നു. അതിനെയാണ് നമ്മൾ സർവീസിബിലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, സർവീസിബിലിറ്റി എന്ന് വെച്ചാൽ അത് ഉണ്ടാക്കിയ ആ ഒരു പർപ്പസിനെ അത് ഉപയോഗപ്രദമാണോ അല്ലയോ എന്ന് നമ്മൾക്ക് പറയുന്ന, അല്ലെങ്കിൽ നമ്മൾ കൺക്ലൂഡ് ചെയ്യുന്നതാണ് സർവീസിബിലിറ്റി. അപ്പോൾ ഇവിടെ ഡിസൈൻ ഓഫ് സ്ട്രെങ്ത് ആൻഡ് സർവീസിബിലിറ്റി എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്? അതിന് സ്ട്രെങ്ത്തും ഉണ്ടാവണം, അതേപോലെ തന്നെ അത് സർവീസബിൾ ആയിരിക്കണം. അപ്പൊ ഈ സർവീസിബിലിറ്റി നമ്മൾ നോക്കുന്നത് രണ്ട് ക്രൈറ്റീരിയ വെച്ചിട്ടാണ്. അത് ക്രാക്കും പാടില്ല, അത് ഡിഫ്ലക്റ്റും ആവരുത്. ഓക്കെ, സർവീസിബിലിറ്റി എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ രണ്ട് ക്രൈറ്റീരിയസ് നോക്കണം. അതിനകത്ത് ക്രാക്കിങ്ങും പാടില്ല, അതിനകത്ത് അത് എന്താണ് ഡിഫ്ലക്റ്റും ചെയ്യാൻ പാടില്ല. ഓക്കെ, ഈ രണ്ട് കാര്യങ്ങൾ വെച്ചിട്ടാണ് നമുക്ക് സ്ട്രെങ്ത് ആണോ സർവീസിബിൾ ആണോ എന്ന് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, അപ്പം ഈ ഒരു മെത്തേഡ് അല്ലെങ്കിൽ ഡിസൈൻ ഓഫ് സ്ട്രെങ്ത്, ഈ ഒരു മെത്തേഡ് വെച്ച് ചെയ്യുവാണെങ്കിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ നോക്കണം? ആ മെറ്റീരിയലിനുള്ള സ്ട്രെങ്ത്തും നോക്കണം, അതിന്റെ കൂടെ തന്നെ അതിന്റെ ക്രാക്കിങ്ങും ഡിഫ്ലക്ഷനും അല്ലെങ്കിൽ ഈ സർവീസിബിലിറ്റി ഫാക്ടേഴ്സും കൂടെ നമ്മൾ കൺസിഡർ ചെയ്യുന്ന ആ ഒരു മെത്തേഡിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സ്ട്രെങ്ത് ആൻഡ് സർവീസിബിലിറ്റി മെത്തേഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമുക്ക് പഠിക്കേണ്ട ആ ഒരു മെത്തേഡാണ് ലിമിറ്റ് സ്റ്റേറ്റ് മെത്തേഡ്. ഓക്കെ, ഇതുവരെ ഓക്കെ ആണോ? ഓക്കെ, ഏതൊക്കെ രീതിയിൽ അല്ലെങ്കിൽ ഏതൊക്കെ മെത്തേഡിൽ നമ്മുടെ ബിൽഡിംഗ് ഫെയിൽ ആയി പോകും, ആ സിറ്റുവേഷൻസ് എല്ലാം നമ്മൾ സ്റ്റഡി ചെയ്ത് അതിന് കണക്കാക്കി നമ്മൾ ഡിസൈൻ ചെയ്യുന്ന മെത്തേഡാണ് എന്ത്? ലിമിറ്റ് സ്റ്റേറ്റ് മെത്തേഡ്. അപ്പൊ ഇവിടെ രണ്ട് തരത്തിലുള്ള കാര്യങ്ങൾ നോക്കാറുണ്ട്. ലിമിറ്റ് സ്റ്റേറ്റ് ഓഫ് കൊളാപ്സും ലിമിറ്റ് സ്റ്റേറ്റ് ഓഫ് സർവീസിബിലിറ്റി. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ആദ്യത്തെ മെത്തേഡിൽ അതിനകത്ത് നോക്കുന്നത് എന്തായിരിക്കും? കൊളാപ്സ് ആവുക എന്ന് പറയുമ്പോഴത്തേക്ക് അതിന്റെ സ്ട്രെങ്ത് പോയിന്റ് ഓഫ് വ്യൂലായിരിക്കും നമ്മൾ നോക്കുന്നത്. ആ ബിൽഡിങ്ങിന്റെ ബലം അല്ലെങ്കിൽ അതിന്റെ ആ ഒരു മെറ്റീരിയലിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആയിരിക്കും ഇതിനകത്ത് നോക്കുന്നത്. പക്ഷേ ലിമിറ്റ് സ്റ്റേറ്റ് ഓഫ് സർവീസിബിലിറ്റിയിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഏതൊക്കെ കാര്യങ്ങളായിരിക്കും നോക്കുക? ക്രാക്ക് ഫോം ചെയ്യുന്നുണ്ടോ, ബിൽഡിംഗ് ഡിഫ്ലക്റ്റ് ആവുന്നുണ്ടോ, ഈ വക കാര്യങ്ങളെല്ലാം. അതായത് ആൾക്കാർക്ക് ആ ഒരു ബിൽഡിംഗ് കാണുമ്പോഴത്തേക്കും തോന്നുന്ന കുറച്ച് കാര്യങ്ങൾ, ഈ ഡാമിനസ് അങ്ങനത്തെ കാര്യങ്ങളെല്ലാം വരുന്നുണ്ടോ, അത് ഭിത്തിയിൽ എത്ര കാലം നിലനിൽക്കും, ആ ഒരു ക്രൈറ്റീരിയസ് എല്ലാം ആയിരിക്കും ലിമിറ്റ് സ്റ്റേറ്റ് ഓഫ് സർവീസിബിലിറ്റി വരുന്നത്. ഇപ്പോൾ ഇതിന്റെ വേറൊരു കാര്യം കൂടെ പറഞ്ഞുതരാം. അതായത് ഇപ്പൊ നമ്മുടെ എന്താണ് MT ലാബ് ഒക്കെ ഇല്ലേ? MT ലാബിൽ നമ്മൾ ആ മിഷനറി കൊണ്ട വെച്ചു. അപ്പൊ ആ മിഷനറി അതിന്റെ മേലെ നിൽക്കുന്നുണ്ടെങ്കിൽ ആ ബിൽഡിങ്ങിന് അല്ലെങ്കിൽ ആ ഒരു ലോഡ് എടുക്കാനുള്ള സ്ട്രെങ്ത് അതിനുണ്ട്. ഓക്കെ, പക്ഷെ നമ്മൾ MT ലാബിലെ ചില മിഷനറി കാരണം അതിനെന്താണ് ഒരു എപ്പോഴും ഒരു സൈക്ലിക് ആയിട്ടുള്ള ലോഡിങ് വരുന്നത്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഹാമറിങ് ആക്ഷൻ ഒക്കെ വന്നു കഴിയുമ്പോൾ എന്താ സംഭവിക്കുക? ഇത് സർവീസബിൾ ആവണമെങ്കിൽ, അതായത് ഇങ്ങനത്തെ ആ ഒരു വൈബ്രേഷൻസും കൂടെ അതിനെ താങ്ങി നിർത്താനുള്ള ഒരു കഴിവുണ്ടാവണ്ടേ?
എന്നാൽ മാത്രമല്ല നമുക്ക് ആ ഒരു സ്ട്രക്ചർ അല്ലെങ്കിൽ ആ ഒരു ബിൽഡിംഗ് സർവീസബിൾ ആണ് എന്ന് പറയാൻ പറ്റും. അതായത് എംടി ലാബിൽ വരാൻ പോകുന്ന വൈബ്രേഷൻസ് അല്ലെങ്കിൽ ഈ മെഷീനറി കാരണം ഉണ്ടാകുന്ന ലോഡ്സ് എല്ലാം താങ്ങി നിർത്താനും അത് നമ്മൾ നിർമ്മിച്ച ആ ഒരു പ്ലാറ്റ്ഫോമിന് പറ്റണം. അപ്പം അത് സ്ട്രെങ്ത് പോയിന്റ് ഓഫ് വ്യൂവിൽ അത് കുഴപ്പമില്ല. പക്ഷെ സർവീസബിൾ ആണെന്ന് പറയുമ്പോഴത്തേക്കും അതിന് ഇത്തരം ലോഡുകളും അല്ലെങ്കിൽ ഇത്തരം ഒരു ഇമ്പാക്ട് കാര്യങ്ങളെല്ലാം താങ്ങി നിർത്താനുള്ള ഒരു കേപ്പബിലിറ്റി ഉണ്ടാവണം. ഓക്കെ, അപ്പം സർവീസബിലിറ്റിയും സ്ട്രെങ്ത്തിന്റെയും കാര്യങ്ങളും നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയില്ലേ. അപ്പം ഈ ലിമിറ്റ് സ്റ്റേറ്റ് ഓഫ് കൊളാപ്സിൽ നമ്മൾ നോക്കുന്ന കുറച്ച് പ്രോപ്പർട്ടീസ് നോക്കണം, പറയാം. ഷിയർ നോക്കും, ടോർഷൻ നോക്കും, ഫ്ലെക്ഷൻ നോക്കും. നമ്മുടെ ഈ കോളത്തിന്റെ ഒക്കെ കേസിൽ നമ്മൾ വരുന്ന ലോഡിംഗ് അല്ലേ. അപ്പം ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ എന്തിനു നോക്കണം? ലിമിറ്റ് സ്റ്റേറ്റ് ഓഫ് കൊളാപ്സിൽ നോക്കും. ലിമിറ്റ് സ്റ്റേറ്റ് ഓഫ് സർവീസബിലിറ്റി നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് നോക്കുന്നത്? ട്രാക്കും ഡിഫ്ലക്ഷനും മാത്രം. ഓക്കെ, ഇനി നമ്മൾ രണ്ട് കാര്യം കൂടെ പറയാം. എന്താണ് ക്യാരക്ടറിസ്റ്റിക് സ്ട്രെങ്ത്? ഓക്കെ, ക്യാരക്ടറിസ്റ്റിക് സ്ട്രെങ്ത്. അതായത് നിങ്ങൾ നല്ലോണം ക്ലാസ് അറ്റൻഡ് ചെയ്യുകയാണെങ്കിൽ ഒരു ഓഫർ ഉണ്ട്, നിങ്ങൾക്ക് അസൈൻമെന്റ് ഉണ്ടാവത്തില്ല. അത് ഞാൻ ഗ്യാരണ്ടി. നല്ലോണം ക്ലാസ്സിൽ ഇന്ററാക്ട് ചെയ്യുന്നവർക്ക് വേറെ പണികൾ ഉണ്ടാവില്ല, ക്ലാസ് മാത്രം മതി. ഓക്കെ, അപ്പം ലൈവ് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്താൽ നിങ്ങൾക്ക് വേറെ വർക്ക് ലോഡ് ഒന്നും ഞാൻ തരത്തില്ല. അപ്പോൾ ക്യാരക്ടറിസ്റ്റിക് സ്ട്രെങ്ത് എന്ന് പറയുമ്പോഴത്തേക്കും ഓഫർ ഇഷ്ടമായോ? ഓക്കെ, ഓക്കെ, ഒരു സ്ട്രക്ചറിന് മാക്സിമം എടുക്കാൻ പറ്റാവുന്ന ആ ഒരു സ്ട്രെങ്ത് അല്ലെങ്കിൽ ആ ഒരു ലോഡിനെയാണ് നമ്മൾ അതിന്റെ സ്ട്രെങ്ത് എന്ന് പറയുന്നത്. ഓക്കെ, ക്യാരക്ടറിസ്റ്റിക് സ്ട്രെങ്ത്, അതിനെ എടുക്കാൻ പാകത്തിനുള്ള ആ ഒരു ബലം. അതായത് നമ്മളിപ്പോ ഈ കോൺക്രീറ്റിന്റെ ഒക്കെ ക്യൂബ് നമ്മൾ ടെസ്റ്റ് ചെയ്തില്ലേ, അപ്പൊ നമ്മൾ കുറെ സാമ്പിൾ എടുത്തിട്ടായിരിക്കും നമ്മൾ അതിനെ ലോഡിങ് കൊടുത്ത് അത് ഫെയിൽ ആവുന്ന ആ ഒരു ലോഡ് എടുക്കും. അതാണ് അതിന്റെ ക്യാരക്ടറിസ്റ്റിക് സ്ട്രെങ്ത്, എത്രമാത്രം ലോഡ് അതിനെ താങ്ങി നിർത്താൻ പറ്റുമെന്നുള്ള ആ ഒരു സ്ട്രെങ്ത്. അപ്പോ ക്യാരക്ടറിസ്റ്റിക് സ്ട്രെങ്ത് എന്ന് പറയുമ്പോഴത്തേക്കും ആ ഒരു മെറ്റീരിയലിന്റെ കുറെ സാമ്പിൾ എടുത്ത് കഴിഞ്ഞതിന് ശേഷം ഓക്കെ 5% മെറ്റീരിയൽ മാത്രമേ ആ ഒരു ലോഡിന് മേലെ ഫെയിൽ ആവുന്നുള്ളൂ എങ്കിൽ അതിനെയാണ് നമ്മൾ ആ ഒരു മെറ്റീരിയലിന്റെ ക്യാരക്ടറിസ്റ്റിക് സ്ട്രെങ്ത് എന്ന് പറയുന്നത്. ഓക്കെ, ക്യാരക്ടറിസ്റ്റിക് സ്ട്രെങ്ത് ഓഫ് എ മെറ്റീരിയലിന്റെ ഡെഫിനിഷൻ ആണ് പറയുന്നത്. വാല്യൂ ഓഫ് സ്ട്രെങ്ത് ഓഫ് ദി മെറ്റീരിയൽ below which only 5% of the material fail. 5% of the test result lies. അതായത് ഇത്രയേ ഉള്ളൂ. അതായത് ഇപ്പൊ നമ്മൾ ഒരു ക്യൂബ് എടുത്തു, ഒരു കോൺക്രീറ്റിന്റെ ഒരു ക്യൂബ് എടുത്തു, നമ്മൾ 100 കോൺക്രീറ്റ് ക്യൂബ് ടെസ്റ്റ് ചെയ്തു എന്ന് വിചാരിക്കാം. 100 കോൺക്രീറ്റ് ക്യൂബ് ടെസ്റ്റ് ചെയ്തു. ഇതിനകത്ത് 95 ക്യൂബിനും ഒരു ഇപ്പം M30 ആണ് ടെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ ഒരു 35 ന്യൂട്ടൺ പെർ mm² ആണ് അതിനകത്ത് വന്നിരിക്കുന്ന സ്ട്രെങ്ത് എന്ന് വിചാരിക്കാം. 95%, അതായത് 100-ല് 95 എണ്ണവും 35 ന്യൂട്ടൺ പെർ mm² മേലെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന സ്ട്രെങ്ത് എങ്കിൽ അതിനെയാണ് നമ്മൾ ക്യാരക്ടറിസ്റ്റിക് സ്ട്രെങ്ത് ഓഫ് എ മെറ്റീരിയൽ എന്ന് പറയുന്നത്. 5% എന്നല്ല, 5% റിസൾട്ട് മാത്രമേ ഈ പറയുന്ന സ്ട്രെങ്ത്തിന് താഴെ പോകുന്നുള്ളൂ എങ്കിൽ അതാണ് നമ്മുടെ മെറ്റീരിയലിന്റെ ക്യാരക്ടറിസ്റ്റിക് സ്ട്രെങ്ത്. ഓക്കെ ആണോ? ഓക്കെ അല്ലേ? ഓക്കെ ആണെ കമന്റ് ചെയ്യാം. പോരട്ടെ കമന്റ് പോരട്ടെ. ഓക്കെ, അറ്റൻഡൻസ് ആണ് ഈ എടുക്കുന്നത്. ഓക്കെ, ഇനി അടുത്തത് ലോഡ്, ക്യാരക്ടറിസ്റ്റിക്സ് ലോഡ്. ഓക്കെ, ക്യാരക്ടറിസ്റ്റിക് ലോഡ് എന്ന് പറയുമ്പോഴത്തേക്കും ഇപ്പൊ നമ്മളൊരു പാലം പണിതു എന്ന് വിചാരിക്കാം. ഈ പാലം പണിതപ്പം അതിനകത്ത് ഒരു ലോഡുകൾ വരുന്നുണ്ടല്ലോ, കുറെ തരത്തിലുള്ള ലോഡുകൾ അതിന്റെ മേലെ വരുന്നുണ്ടെന്ന് വിചാരിക്കാം. അപ്പോ ഇതിനകത്ത് വരുന്ന ലോഡുകളിൽ 5% മാത്രമേ നമ്മൾ പറയുന്ന ലോഡിനേക്കാളും കൂടുതലായിട്ട് പോകുന്നുള്ളൂ എങ്കിൽ ആ ഒരു ലോഡിനെയാണ് നമ്മൾ, അതായത് ഒരു 100 സിറ്റുവേഷൻ എടുത്തു, അതിനകത്ത് 5 പ്രാവശ്യം മാത്രമേ നമുക്ക് ഒരു 55 കിലോ ന്യൂട്ടണിലും മേലെ ഒരു ലോഡിങ് വന്നിട്ടുള്ളൂ എങ്കിൽ, ഒന്നുകൂടെ പറയാം, 100 ലോഡിങ് എടുത്തു, അതിനകത്ത് 5% മാത്രമേ, അല്ലെങ്കിൽ 100-ല് 5 പ്രാവശ്യം മാത്രമേ
55 കിലോ ന്യൂട്ടനേക്കാളും കൂടുതലായിട്ട് അതിനകത്തൊരു ലോഡ് വന്നിട്ടുള്ളൂ എങ്കിൽ ഈ 55 കിലോ ന്യൂട്ടൺ ആയിരിക്കും നമ്മൾ ഇതിനകത്ത് എടുക്കുന്ന ക്യാരക്ടറിസ്റ്റിക്സ് ലോഡ്. ഓക്കെ ആണോ? 100 ലോഡ് എടുത്തു, അതിനകത്ത് ആകെ 5 പ്രാവശ്യം മാത്രമേ 55 ലോഡ്, അതായത് നമ്മൾ പറയുന്ന ക്യാരക്ടറിസ്റ്റിക് ലോഡിന് മേലേക്ക് 5% മാത്രമേ ഒരു ലോഡിംഗ് സിറ്റുവേഷൻ വരുന്നുള്ളൂ എങ്കിൽ അതായിരിക്കണം നമ്മുടെ ക്യാരക്ടറിസ്റ്റിക് സ്ട്രെങ്ത്. അപ്പൊ നമ്മൾ ഈ ഡിസൈൻ എല്ലാം ചെയ്യുന്നത് നമ്മൾ IS 456 എന്ന് പറയുന്ന കോഡ് പ്രകാരമാണ്. അപ്പോൾ IS 456 പ്രകാരമുള്ള ഡെഫിനേഷൻ ആണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. അപ്പോൾ ക്യാരക്ടറിസ്റ്റിക് ലോഡ് എന്ന് പറയുമ്പോഴത്തേക്കും value of load which has %95 of occurrence അല്ലെങ്കിൽ probability of occurrence not being exceeded this value. അതായത് നമ്മൾ ഈ പറയുന്നതില് 95% നമ്മൾ പറയുന്ന ലോഡിനേക്കാളും മേലെ വരുന്നില്ല, അല്ലെങ്കിൽ 5% മാത്രമേ നമ്മൾ പറയുന്ന ലോഡിന്റെ മേലെ വരുന്ന ഒരു സിറ്റുവേഷൻ ഉള്ളെങ്കിൽ അതിനെയാണ് നമ്മൾ ക്യാരക്ടറിസ്റ്റിക്സ് ലോഡ് എന്ന് പറയുന്നത്. റെഡി അല്ലേ? ക്യാരക്ടറിസ്റ്റിക്സ് ലോഡ് എന്ന് പറയുന്നത്. ഓക്കെ, 55 എന്ന് പറയുന്നത് നമ്മൾ അതിനകത്ത് എടുത്ത ലോഡ്. അതായത് ഇപ്പൊ ഞാനൊരു പാലത്തിന് മേലെ ഞാൻ ഡിസൈൻ ചെയ്യുന്നത് 55 കിലോ ന്യൂട്ടൺ ലോഡാണ് അതിനകത്ത് വരുന്നത് എങ്കിൽ നമ്മൾ പറയുന്ന, അല്ലെങ്കിൽ അത് ക്യാരക്ടറിസ്റ്റിക് ലോഡ് ആവുന്നത് ആകെ 100 പ്രാവശ്യത്തിൽ 5 പ്രാവശ്യം മാത്രമേ ഈ 55 കിലോ ന്യൂട്ടന്റെ മേലെ ലോഡ് വരുന്നുള്ളൂ എങ്കിൽ മാത്രമാണ്. ഓക്കെ, അഖിൽ, ഞാനതൊരു എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞു എന്നേ ഉള്ളൂ. അതിനകത്ത് ഇപ്പം നമുക്ക് കിട്ടിയേക്കുന്ന ക്യാരക്ടറിസ്റ്റിക് ലോഡ് എന്ന് പറയുന്നത് 55 കിലോ ന്യൂട്ടൺ ആണ്. റെഡിയായോ? ആ സ്ലൈഡ് ഞാൻ കുത്തിവരച്ച് നാശമായില്ലേ? ജസ്റ്റ് പറയാം. അതായത് ക്യാരക്ടറിസ്റ്റിക്സ് ലോഡും ഉണ്ട്, ക്യാരക്ടറിസ്റ്റിക്സ് സ്ട്രെങ്ത്തും ഉണ്ട്. അത് ഞാൻ ഒന്നുകൂടെ കാണിച്ചു തരാം. ക്യാരക്ടറിസ്റ്റിക് സ്ട്രെങ്ത്, ഓക്കെ, ഈ സമയത്ത് നമ്മൾ എടുക്കുന്നത് 100 ക്യൂബ് ആണെന്ന് വിചാരിക്കുക. ഓക്കെ, 100 ക്യൂബ് നമ്മൾ ടെസ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും ആകെ 5%, അതായത് 100 ക്യൂബ് എടുക്കുമ്പോഴത്തേക്കും 5 ക്യൂബ് മാത്രമാണ് 35 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയറിന് താഴെ ഫെയിൽ ആയതെങ്കിൽ അതിനെയാണ്, ഈ 35 കിലോ ന്യൂട്ടൺ ആണ് നമ്മുടെ ക്യാരക്ടറിസ്റ്റിക് സ്ട്രെങ്ത്. ഓക്കെ, അവിടെ നമ്മൾ എടുക്കുന്നത് സ്ട്രെങ്ത് ആണെന്ന് ഓർക്കുക. അപ്പോൾ അവിടെ ഫെയിൽ ആയത് ഇതിന്റെ നമ്മൾ എടുത്ത 100 ക്യൂബിൽ 5 എണ്ണം മാത്രമേ നമ്മൾ പറയുന്ന ആ ഒരു സ്ട്രെങ്ത്തിന് താഴെ ഫെയിൽ ആയിട്ടുള്ളൂ എങ്കിൽ അതായിരിക്കും എന്ത്? ക്യാരക്ടറിസ്റ്റിക് സ്ട്രെങ്ത്. ഇനി അടുത്തത് ക്യാരക്ടറിസ്റ്റിക് ലോഡ്. ഓക്കെ, ആ സമയത്ത് നമ്മൾ 100, അതായത് ഒരു പാലമാണിത്. ഓക്കെ, ഇതിന്റെ മേലെ കൂടെ ഇതെന്ത് ലോഡാ അല്ലേ? ലോഡ് പോകുന്നു. അപ്പൊ നമ്മൾ ക്യാരക്ടറിസ്റ്റിക് ലോഡ് ആയിട്ട് എടുക്കുന്നത് ഈ പാലത്തിന്റെ മേലെ കൂടെ പോകുന്ന 100 ലോഡില് ആകെ 5 ലോഡ് മാത്രം, അല്ലെങ്കിൽ 5% മാത്രമേ നമ്മൾ പറയുന്ന ലോഡിന്റെ മേലെ പോകുന്നുള്ളൂ. അല്ലെങ്കിൽ 95%, അതായത് 100-ല് 95 എണ്ണവും നമ്മൾ പറയുന്ന ആ ലോഡിന്റെ താഴെയാണ്. അതായത് ഞാൻ പറയുകയാണ്, നമ്മൾ ക്യാരക്ടറിസ്റ്റിക്സ് ലോഡ് എടുക്കുന്നത് ഒരു 50 കിലോ ന്യൂട്ടൺ ആണെന്ന് വിചാരിക്കുക. ക്യാരക്ടറിസ്റ്റിക് ലോഡായിട്ട് ഞാൻ ഡിസൈൻ ചെയ്യുന്നത് 50 കിലോ ന്യൂട്ടൺ ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ക്യാരക്ടറിസ്റ്റിക് ലോഡായിട്ട് നമ്മൾ 50 കിലോ ന്യൂട്ടൺ എടുക്കേണ്ട ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത് ഈ പാലത്തിന്റെ കൂടെ മേലെ കൂടെ പോകുന്ന ലോഡില് 100-ല് 95 എണ്ണവും എന്ത് തന്നെ ആയിരിക്കണം? 50 കിലോ ന്യൂട്ടണിൽ താഴെയായിരിക്കണം. ആ ഒരു സിറ്റുവേഷനിൽ മാത്രമാണ് നമ്മൾ എന്ത് പറയുന്നത്? 100-ല് 95% ലോഡ് നമ്മൾ പറയുന്ന ലോഡിന്റെ താഴെയാണെങ്കിൽ അതാണ് നമ്മൾ എന്തായിട്ട് എടുക്കുക? ക്യാരക്ടറിസ്റ്റിക് ലോഡായിട്ട് എടുക്കുന്നത്. ഓക്കെ, ഡെഫിനിഷൻ പറയാം, വേണം നോട്ട് ചെയ്തോ. ക്യാരക്ടറിസ്റ്റിക് ലോഡ് എന്ന് വെച്ചാൽ മാക്സിമം വർക്കിംഗ് ലോഡ് എഴുതണോ? മാക്സിമം വർക്കിംഗ് ലോഡ് that the structure has to withstand. ക്യാരക്ടറിസ്റ്റിക് ലോഡിന്റെ ഡെഫിനിഷൻ ആണ് maximum working load the structure has to
withstand അല്ലെങ്കിൽ as per IS 456 value of load which has 95% probability of not being exceeded during the life of the structure. അതായത് അതിന്റെ ത്രൂ ഔട്ട് ലൈഫ് പീരീഡിൽ 95% ഈ ലോഡിന് മേലെ പോയിട്ടില്ല എങ്കിൽ ആ ഒരു ലോഡിനാണ് നമ്മൾ അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ്, അല്ലെങ്കിൽ 100% എന്ന് പറയാം കേട്ടോ, ഒരു ചെറിയൊരു കൺസിഡറേഷൻ വേണ്ടിയിട്ടാണ് നമ്മൾ 95 എന്ന് പറയുന്നത്. 100% ലോഡും അതിന്റെ മേലെ പോകുന്നില്ലെങ്കിൽ അതായിരിക്കണം അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ലോഡ്. അപ്പോൾ ക്യാരക്ടറിസ്റ്റിക്സ് സ്ട്രെങ്ത് മനസ്സിലാക്കുക, ക്യാരക്ടറിസ്റ്റിക്സ് ലോഡ് മനസ്സിലാക്കുക. ഇനി പലതരത്തിലുള്ള ലോഡുകളുണ്ട്, ടൈപ്സ് ഓഫ് ലോഡ്, അതും കൂടെ ഒന്ന് കേൾക്കുക. ടൈപ്സ് ഓഫ് ലോഡ്. ഒന്ന് ഡെഡ് ലോഡ്. ഡെഡ് ലോഡ് എന്ന് പറയുമ്പോഴത്തേക്കും ഇപ്പൊ നമ്മളൊരു ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യുമ്പോഴത്തേക്കും അതിന്റെ സ്ട്രക്ചേഴ്സ് തന്നെ ഇല്ല, ബീം, സ്ലാബ്, ഇതിനൊന്നും മാറ്റം വരുന്നില്ല. ത്രൂ ഔട്ട് അതിന്റെ ഒരു ലൈഫിൽ അത് അങ്ങനെ തന്നെയായിട്ട് നിൽക്കല്ലേ. അത്തരം ലോഡുകളെയാണ് നമ്മൾ, അല്ലെങ്കിൽ അതിനകത്തുള്ള പെർമനന്റ് ആയിട്ടുള്ള ഫിക്സിങ്ങിനെയൊക്കെയാണ് നമ്മൾ ഡെഡ് ലോഡ് ആയിട്ട് പറയുന്നത്, അതിന്റെ സെൽഫ് വെയിറ്റ് കാര്യങ്ങളൊക്കെ. ഇനി രണ്ടാമതായിട്ട് ലൈവ് ലോഡ്. ഓക്കെ, നമ്മുടെ ഇപ്പം ക്ലാസ് റൂമിന്റെ മേലെ വരുന്ന ടേബിള്, ഡെസ്ക്, ഇങ്ങനത്തെ കാര്യങ്ങൾ, അല്ലെങ്കിൽ നമ്മളൊക്കെ ദിവസവും മാറി മാറി വരുന്നതാണ്. അപ്പൊ ഒരു ടൈമിൽ ചിലപ്പോൾ ഒരുപാട് കൂടുതലായിരിക്കും, ഒരു ടൈമിൽ ഉണ്ടാവത്തില്ല. അത്തരം ലോഡുകൾ, മാറ്റങ്ങൾക്ക് വിധേയമായ ലോഡുകളെയാണ് നമ്മൾ ലൈവ് ലോഡ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് വിൻഡ് ലോഡ്. ഓക്കെ, വിൻഡ് ലോഡ് എന്ന് പറയുമ്പോഴത്തേക്കും ഒരു 5 നില 6 നില ആ ഒരു റേഞ്ച് എത്തുമ്പോൾ മാത്രമാണ്. അതായത് ഒരുപാട് ഹൈറ്റ് ഉള്ള ബിൽഡിങ്സിലൊക്കെ വിൻഡ് കാരണം ഒരു എഫക്റ്റ് വരാറുണ്ട്. അതായത് നമ്മൾ കണ്ടിട്ടുണ്ടാവും, വലിയ ഫ്ലാറ്റിനൊക്കെ മേലെ കയറി കഴിയുമ്പോഴത്തേക്കും അതിൽ കാറ്റിന്റെ ഒരു എഫക്റ്റ്. അപ്പം അത്തരം സ്ട്രക്ചേഴ്സിൽ മാത്രമാണ് നമ്മൾ വിൻഡ് ലോഡ് കൊടുക്കാറുള്ളത്. ഓക്കെ, അല്ലാണ്ട് നമ്മുടെ വീടുകൾക്കൊന്നും വിൻഡ് ലോഡ് നമ്മൾ എടുക്കില്ല, അല്ലെങ്കിൽ ഒരു 2 നില ബിൽഡിങ്ങിനൊന്നും വിൻഡ് ലോഡ് എടുക്കേണ്ട ആവശ്യമില്ല. ഒരുപാട് ഹൈറ്റിലുള്ള ബിൽഡിങ്സ് മാത്രമാണ് നമ്മൾ വിൻഡ് ലോഡ് കൺസിഡർ ചെയ്യാറ്. ഓക്കെ, ഇനിയുള്ളത് എർത്ത് ലോഡ്. എർത്ത് ലോഡ് എന്ന് പറയുമ്പോഴത്തേക്കും ഭൂമി കുലുക്കമൊക്കെ വരാൻ, അല്ലെങ്കിൽ അത്തരം ആക്റ്റീവ് ആയിട്ടുള്ള ഭൂമി കുലുക്കമൊക്കെ സ്ഥിരമായിട്ട് വരുന്ന, അല്ലെങ്കിൽ എർത്തിന്റെ മോഷനൊക്കെ വല്ലാണ്ട് പ്രശ്നമാകുന്ന സ്ഥലത്ത്, അല്ലെങ്കിൽ ഒരുപാട് ഹൈറ്റിലുള്ള ബിൽഡിങ്ങിൽ മാത്രം നമ്മൾ ഭൂമി കുലുക്കവും റെസിസ്റ്റ് ചെയ്യാൻ പാകത്തിന് നമ്മൾ ബിൽഡിംഗ് ഡിസൈൻ ചെയ്യും. അതിനെയാണ് നമ്മൾ എർത്ത്വേക്ക് റെസിസ്റ്റന്റ് ബിൽഡിംഗ് എന്ന് പറയുന്നത്. ഭൂമി കുലുക്കം വന്നാലും നമ്മൾ ആ ബിൽഡിംഗ് വലിയ തകരാറൊന്നും ഇല്ലാണ്ട് തന്നെ നിൽക്കാൻ സാധിക്കും. ഓക്കെ, അതിനെയാണ് നമ്മൾ എർത്ത്വേക്ക് റെസിസ്റ്റന്റ് ബിൽഡിംഗ്, അല്ലെങ്കിൽ നമ്മൾ ആ കൊടുക്കുന്ന ഡീറ്റെയിലിങ്ങിനാണ് ഡക്റ്റൈൽ ഡീറ്റെയിലിംഗ്. അതൊക്കെ നമുക്ക് അത്ര ഇതില്ല. നിങ്ങൾ 4 തരത്തിലുള്ള ലോഡ് മാത്രം ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഡെഡ് ലോഡ് എന്താണെന്ന് മനസ്സിലാക്കുക, ലൈവ് ലോഡ് എന്താണെന്ന് മനസ്സിലാക്കുക, വിൻഡ് ലോഡ്, എർത്ത്വേക്ക് ലോഡ്. അത് അത്ര വേണ്ട. ഡെഡ് ലോഡും ലൈവ് ലോഡും റെഡി ആണെങ്കിൽ ഓക്കെ ആണ്. ഓക്കെ ആണോ?